നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. 29ഓടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കുമെന്ന് കരുതിയതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. അതോടെയെങ്കിലും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. വീണ്ടും ഒരു മണ്ഡലത്തിൽ കൂടി റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൗത്ത് 24 പർഗാന ജില്ലയിലെ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും, അതായത് 285 ബൂത്തുകളിലും റീപോളിംഗ് നടത്താനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ പോളിംഗിനെ കുറിച്ച് വ്യാപകമായ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. മെയ് 21-നാകും ഈ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുക. അതായത് മെയ് 24-ന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം ബംഗാളിലെ 294 നിയമസഭാ മണ്ഡലങ്ങളുടെയും ഫലം നാളെ പുറത്തു വരില്ല എന്നാണ്. അത് 293 മണ്ഡലങ്ങളിലെ ഫലം മാത്രമേ പുറത്തു വരികയുള്ളൂ. ഫാൾട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21-ന് തെരഞ്ഞെടുപ്പ് നടക്കും. 24-ന് വോട്ടെണ്ണിയതിന് ശേഷം മാത്രമേ ആ മണ്ഡലത്തിലെ വിജയി ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുകയുള്ളൂ. ഏപ്രിൽ 23-നും 29-നുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ബംഗാളിൽ 29ഓടുകൂടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ കരുതിയിരുന്നത്. അതിനുശേഷം മെയ് 4-ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും എന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ ഫാൾട്ട മണ്ഡലം അതിന് ഒരു അപവാദമാവുകയാണ്. വ്യാപകമായ ക്രമക്കേടുകൾ, ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്, അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-നാണ് നടന്നത്. ആ ഏപ്രിൽ 23-ന് നടന്ന 152 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ ആ ഘട്ടം തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് വേണ്ടി വന്നില്ല. എന്നാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം 15 ബൂത്തുകൾ, 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിലാണ് കഴിഞ്ഞ ദിവസം റീപോളിംഗ് നടന്നത്. അതിന് പുറമെ ഇപ്പോൾ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെയും എല്ലാ ബൂത്തുകളുടെയും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ റീപോളിംഗ് ഇപ്പോൾ നടക്കുകയാണ്. അതായത് സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഘർഷം TMCയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകർ തമ്മിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും ഒക്കെ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടിയിരുന്നു. പ്രധാനമായിട്ടും 2 ആരോപണങ്ങളാണ് ഈ ഫാൾട്ട മണ്ഡലത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് നേരത്തെ ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിലെ മറ്റ് ചില ബൂത്തുകളിൽ ഇന്നലെ ഈ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നിരുന്നു. ആ റീപോളിംഗ് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് അത്തരം ബൂത്തുകളിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനും അതുപോലെ തന്നെ ബട്ടണിനും നേരെ സെല്ലോ ടേപ്പുകൾ ഉപയോഗിച്ച് മറച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ദീർഘനേരം നടന്നു എന്നതിൻ്റെ പേരിലാണ്. അത് തെളിഞ്ഞതിനെ തുടർന്ന് BJP അങ്ങനെ ഒരു പരാതി നൽകിയിരുന്നു. BJP അത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് പരാതി നൽകിയത്. ആ പരാതി സത്യമാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് 15 ബൂത്തുകളിൽ കഴിഞ്ഞ ദിവസം റീപോളിംഗ് നടന്നത്. ഇതാണ് ഈ ഫാൾട്ട മണ്ഡലത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിരവധി ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള പണി ചെയ്തിരുന്നു. ഇത് നേരത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് ഇത് നടത്തിയിരുന്നു എന്ന് BJP ആരോപിച്ചിരുന്നതാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡയമണ്ട് ഹാർബർ മോഡൽ എന്നാണ് BJP ഇതിനെ വിളിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്ന പരിപാടി നടത്തുന്നത് മമതാ ബാനർജിയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും BJP കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ടേപ്പ് ഒട്ടിക്കലാണ് പ്രധാനമായും ഈ മണ്ഡലത്തിൽ, ഫാൾട്ട മണ്ഡലത്തിൽ വ്യാപകമായി നടന്നത്. മാത്രമല്ല വ്യാപകമായ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനങ്ങളെ TMCയുടെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു എന്ന നിരവധി പരാതികൾ വന്നിരുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ. അതിൽ ഈ ഫാൾട്ട മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും അധികം പരാതി വന്നിരുന്നത്. ഈ സ്ഥാനാർത്ഥി, ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫാൾട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തന്നെ ഒരു ക്രിമിനലാണ് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ജഹാംഗീർ ഖാൻ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇയാളൊരു ഗുണ്ടാത്തലവനാണ് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഇയാളുടെ സംഘം ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ്, ഇയാളുടെ അനുയായികൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്രയും നാൾ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു
വിജയിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ മണ്ഡലത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ധൈര്യപൂർവ്വം രംഗത്ത് വന്ന് വാർത്താമാധ്യമങ്ങളോട് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും തൃണമൂൽ കോൺഗ്രസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എങ്കിൽ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുമെന്ന് ഈ ജഹാംഗീർ ഖാൻ്റെ ഗുണ്ടകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ജനങ്ങൾ പരാതിപ്പെട്ടിരുന്നു. ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട് 77ഓളം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബംഗാളിൽ നിന്ന് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഈ 74 പരാതികളിൽ 33 എണ്ണവും ഈ ഫാൾട്ട മണ്ഡലത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ഒക്കെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫാൾട്ട മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് 21 റീപോളിംഗ് ഡേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. മെയ് 24, അതായത് ഇനി ഒരു 21 ദിവസം കൂടി കാത്തിരിക്കണം ഫാൾട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ വ്യാപകമായ പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും അധികം പരാതികൾ വന്ന ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ റീപോളിങ്ങിന് ഉത്തരവുണ്ടായിരിക്കുന്നത്. ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാനെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് സ്ത്രീകളടക്കമുള്ള വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് സ്ഥാനാർത്ഥിക്കെതിരെ കേസ് വന്നിട്ടുള്ളത്. ഇങ്ങനെ എപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സൗത്ത് 24 പർഗാന ജില്ല തന്നെ തൃണമൂൽ കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള ജില്ലയാണ്. ഇവിടങ്ങളിലുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നാൽ ആ പ്രതീക്ഷയെ പോലും തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ BJPയുടെ ഒരു വലിയ വെല്ലുവിളി ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന 142 മണ്ഡലങ്ങളിലും BJP ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവെന്നും എന്നാൽ ഇത്തവണ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് BJP പ്രവർത്തകർ രംഗത്ത് ഉള്ളത്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ BJP പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലയിടത്തും സംഘർഷമുണ്ടായത്. കേന്ദ്രസേനയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. കേന്ദ്രസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ജഹാംഗീർ ഖാന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഫാൾട്ട മണ്ഡലത്തിൽ പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ തൃണമൂൽ കോൺഗ്രസിന് സാധിച്ചു എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു റീപോളിംഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ റീപോളിംഗിനെ BJP സ്വാഗതം ചെയ്തിട്ടുണ്ട്. നേരത്തെ BJP പരാതി ഉന്നയിച്ചിരുന്നു. ഈ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ നടന്നുവെന്ന്. ആ പരാതികൾ തെളിഞ്ഞു, അല്ലെങ്കിൽ ആ പരാതികൾ ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 15 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത്. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും റീപോളിംഗ് നടക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ 294 സീറ്റുകളിൽ 293 മണ്ഡലങ്ങളുടെ ഫലം മാത്രമായിരിക്കും നാളെ പുറത്തു വരിക. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്ത് BJP തരംഗമാണ് എന്ന ഒരു പ്രവചനമാണ് ഉണ്ടായത്. പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJP അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുകയായിരുന്നു. 150 മുതൽ ഏതാണ്ട് 190 സീറ്റുകൾ വരെ BJP നേടും എന്നാണ് ഈ സർവേ ഫലങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് മമതാ ബാനർജിയും സംഘവും സംസ്ഥാനത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് BJP നേരത്തെ ആരോപിച്ചിരുന്നു. അതായത് കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് കൂട്ടമായി എത്താനും അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാനും വോട്ടെണ്ണൽ തടസ്സപ്പെടുത്താൻ പോലും മമതാ ബാനർജി ആഹ്വാനം ചെയ്തു എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഈ ആഹ്വാനത്തെ തടയിടാനായി ഈ സ്ട്രോങ് റൂമുകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നാൽ അത് ഉടൻ തന്നെ വെടിവെക്കും
വെടിവെക്കുന്ന തരത്തിലുള്ള ഓർഡറുകളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയ്ക്ക് നൽകിയിരുന്നു. കവചിത വാഹനങ്ങളിലാണ് കേന്ദ്രസേന ഈ സ്ട്രോങ് റൂമുകൾക്ക് അരികിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. നാളെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഈ വോട്ടിംഗ് മെഷീനുകളെ മാറ്റും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം അത് നടക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 193 മണ്ഡലങ്ങൾ നാളെ വോട്ടെണ്ണും. അതിൽ എത്ര BJPക്ക്, എത്ര തൃണമൂൽ കോൺഗ്രസിന്, 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജിക്ക് താഴെ ഇറങ്ങേണ്ടി വരുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്നത് ബംഗാളിൽ. പക്ഷേ അതിന് ഏതാനും മണിക്കൂറുകളത്തെ കാത്തിരിപ്പ് മാത്രമായിരിക്കും. നാളെ ഏതാണ്ട് ഉച്ചയോടുകൂടി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പുറത്തുവരുമെന്നാണ് സൂചന.